ഇന്ന് ഞാൻ കുറച്ച് ബീഫായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വേഗം വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം ബീഫ്. അത് കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മസാലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് എനിക്കൊരു 8 വിസിലിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ചെറിയ ഉള്ളിയും പിന്നെ ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാൻ ഞാൻ മറന്നുപോയി, അത് ഫസ്റ്റ് ഇടണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് റോസ്റ്റ് ചെയ്ത് തന്നെ എടുത്തു. ഇനി സവാള വരണ്ട് വരുമ്പോഴത്തേനും ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചമുളകൊന്ന് മാറി വരുമ്പോഴത്തേനും വേവിച്ച് വെച്ചാൽ ബീഫും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. ഈ ഒരു പരിവാകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും കുറച്ച് ക്യാബേജ് തോരനും നമ്മുടെ ബീഫ് റോസ്റ്റും ലേശം മോരും കൂടെ വെച്ച് നമുക്ക് കഴിക്കാം. എൻ്റെ ക്യാബേജ് തോരൻ എന്താ അങ്ങനെ ഇരിക്കണമെന്നൊന്നും വിചാരിക്കണ്ട, എളുപ്പപ്പണിക്ക് വേണ്ടി മിക്സിയിട്ട് കറക്കിയെടുത്താണ്. പോവാൻ സമയം ഏച്ചെന്നും പറഞ്ഞ് വിളിയും വന്ന് അടുക്കളയിലോട്ട് ആളുമെത്തി. പിന്നെ ഞാൻ അവനും വാരി കൊടുത്തു. ഇനി ഞാനിവിടെ കിടന്ന് ചുറ്റിപ്പറ്റാനാണെങ്കിൽ അവൻ എന്നെ കൊണ്ടുപോകില്ല.